ഹായ് ഹലോ, ഇത് സ്ഥലം ജർമ്മനിയാണ് കേട്ടോ. അപ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രജിത ബാലു ഞങ്ങളോട് പറയാതെ ജർമ്മനിയിലേക്ക് പോയോ എന്ന്. ഇല്ല കേട്ടോ, നിങ്ങളറിയാതെ ഒരു യാത്ര എന്തായാലും ഉണ്ടാവില്ല. അപ്പോഴേ എൻ്റെ മകൾ ജർമ്മനിയിലാണെന്ന് ഏറെ പേർക്കും അറിയാം. എന്നിരുന്നാലും പുതിയ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ പറയാണ്, എൻ്റെ മകൾ നന്ദന കുക്കുമോളെന്ന് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ. അവൾ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ മകൾ എനിക്ക് സെൻഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴേ ഇത് വെൻഡിങ് മെഷീനാണ് കേട്ടോ. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെ ഓരോ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴേ നമ്മൾ ഓരോ സിംഗിൾ യൂസിന് ആയിട്ട് മേടിക്കണ ജ്യൂസ് ബോട്ടിലോ ഏതെങ്കിലും പാനീയങ്ങളുടെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇതുപോലെ റീസൈക്ലിങ്ങിലൂടെ നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ജ്യൂസ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ജ്യൂസ് വാങ്ങുന്നതോടൊപ്പം തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ചാർജും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് പക്ഷേ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ചാർജ് ഇതുപോലെ റീസൈക്ലിങ്ങിലൂടെ റീഫണ്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല പ്രകൃതിക്ക് ദോഷമില്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് റീസൈക്ലിങ്ങിലൂടെ റീയൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്നാ വരാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേ ഈ ഒരു റീസൈക്ലിങ്ങിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാങ്ങുന്ന പാനീയത്തിൻ്റെ വിലയോടൊപ്പം തന്നെ ബോട്ടിലിൻ്റെ ചാർജും ഈടാക്കിയിട്ടുണ്ടാവുന്നു. അപ്പോൾ അതെന്തായാലും ആ ഒരു ഇൻഫർമേഷൻ ആ ബോട്ടിലിൽ ഇൻക്ലൂഡഡ് ആണ്, ആ പ്രിന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ബോട്ടിൽ മാത്രമേ ഈ മെഷീൻ സ്വീകരിക്കുള്ളൂ, അല്ലാത്ത ബോട്ടിൽ റിജക്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ എൻ്റെ മകള് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിൽ ഒരു ദിവസം ഫ്രീ ആയിരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് അവരത് കൊടുക്കുക. മോൾക്ക് 18.5 യൂറോ ആണ് കിട്ടിയത്. ഒരു ബോട്ടിലിന് 25 സെൻറ്റ് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുക്കുമോളെ ക്ഷമിക്കണം, ജർമ്മൻ മല്ലൂസ് ക്ഷമിക്കണം കേട്ടോ. 25 സെൻറ്റാണ് ഒരു ബോട്ടിലെന്ന് പറയുന്നത്. 18.5 യൂറോ ആണ് മോൾക്ക് കിട്ടിയത്. ഏകദേശം നമ്മുടെ നാട്ടിലെ 1600 രൂപയുടെ അടുത്ത് കേട്ടോ. അപ്പോഴേ നല്ല രസമുണ്ട് അല്ലേ? നമുക്കും പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സിസ്റ്റം വരുന്നതും.